ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 3-4 രീതിയിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ബെറ്ററായിട്ട് കിട്ടിയ ഇഡ്ഡലിയുടെ അളവുകളാണ് ഇവിടെ പറയുന്നത്. 3 മാസം മുമ്പ് നല്ലൊരു ഇഡ്ഡലിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 1.5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരത് കാണുകയും ഒരുപാട് പേരുണ്ടാക്കി നോക്കിയിട്ട് നന്നായിട്ട് കിട്ടിയെന്ന് അഭിപ്രായം പറയുകയും ചെയ്തു. ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ടായിരുന്നു. എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നത്തെ ഇഡ്ഡലി റൈസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. പലർക്കും അരി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറേ പേരുടെ മിക്സി ചൂടാകുന്നുണ്ടായിരുന്നു. പിന്നെ അരിക്ക് വിലയും കൂടുതലാണ്. എന്നാൽ ഇന്ന് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി ആണ് ഉപയോഗിക്കുന്നത്. അരി ഏതായാലും ഉഴുന്ന് പഴയതാണെങ്കിൽ ഇഡ്ഡലി ശരിയാകില്ല, അത് ആദ്യം തന്നെ പറയാം. അതുപോലെ തന്നെ ഗ്രൈൻഡറുള്ള ആൾക്കാർ ഉഴുന്ന് ഗ്രൈൻഡറിൽ തന്നെ അരയ്ക്കുവാണെങ്കിൽ മിക്സിയിൽ അരച്ചുണ്ടാക്കുന്നതിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുകയും ചെയ്യും. ഉഴുന്ന് കുറച്ച് അളവ് ചേർത്താലും മതി. എല്ലാവർക്കും മിക്സി കാണുമല്ലോ, അതാണ് ഞാൻ മിക്സിയിൽ തന്നെ അരച്ച് കാണിക്കുന്നത്. ഇഡ്ഡലി റൈസ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഇഡ്ഡലി നല്ല സ്പോഞ്ച് പോലെയും ഉറപ്പുള്ളതും സുന്ദരനും ആയിരിക്കും. എന്നാൽ റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി നല്ല സ്പോഞ്ച് പോലെയാണ്, നല്ല സോഫ്റ്റുമാണ്. അരി അരയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ടേസ്റ്റിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല, അരിയുടെ മണവും ഉണ്ടാവില്ല. നല്ല വെളുത്ത കളറിൽ തന്നെ ഇഡ്ഡലി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. തങ്കം ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ചാക്കരിയാണ് 6 ഗ്ലാസ്, വൈറ്റ് ബോയിൽഡ് റൈസ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 2 ഗ്ലാസ് പച്ചരി കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ദോശയ്ക്കും കൂടെ ചേർത്തിട്ടാണ് അരി അരയ്ക്കുന്നത്, അതുകൊണ്ടാണ് പച്ചരി ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾ ദോശയ്ക്കല്ല ഇഡ്ഡലിക്ക് മാത്രമാണ് അരയ്ക്കുന്നതെങ്കിൽ ഈ 2 ഗ്ലാസ് പച്ചരിക്ക് പകരം 2 ഗ്ലാസ് ഈ ബോയിൽഡ് റൈസ് തന്നെ ചേർത്താൽ മതി. ഇനി 8 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന്. അപ്പോൾ എടുക്കുന്ന ഉഴുന്ന് നല്ല ക്വാളിറ്റിയുള്ള പുതിയ ഉഴുന്നാണെങ്കിൽ നിങ്ങൾക്ക് 10 ഗ്ലാസ് അരി വേണമെങ്കിലും ചേർക്കാം. ഉഴുന്ന് ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് അരിയുടെ അളവ് കൂട്ടുക. അരിയുടെ അളവ് കുറയ്ക്കരുത്. ഇഡലി ഇങ്ങനെ നമ്മൾ വെന്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ പതുങ്ങിപ്പോകും. ഇനി 1 ടീസ്പൂണ് ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ ചെറിയ ഗ്ലാസ്സിൽ അരി അളന്ന് അതുകൊണ്ട് 1 ടീസ്പൂൺ ഉലുവ മാത്രമേ ചേർക്കുന്നുള്ളൂ. പൊതുവേ ഞാൻ ഇഡ്ഡലിക്ക് ഉലുവ ചേർക്കാറില്ല. പിന്നെ ഒരുപാട് പേര് ചോദിച്ച് ഉലുവ ചേർക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ചേർത്തതും. അത് മാത്രമല്ല, ദോശയ്ക്ക് ഉലുവ ചേർത്ത് അരയ്ക്കുന്നതാണ് നല്ലത്. ഉഴുന്ന് 2-3 വെള്ളം കഴുകിയെടുക്കാം, ഉലുവ അതുപോലെ തന്നെ കഴുകിയെടുക്കാം. പക്ഷേ അരി കഴുകുമ്പോൾ നിങ്ങളൊരു 6-7 വെള്ളം മാറ്റി കഴുകണം. അതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് നല്ല ട്രാൻസ്പെറൻറ്റ് കളറാകുന്നത് വരെ കഴുകണം. ആ വെളുത്ത കളറ് മാറിക്കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചല്ല, ഇത് ചെറിയൊരു ചൂടുവെള്ളം, അതായത് വിരലിങ്ങനെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല ചൂട് വേണം. എന്നാൽ പിന്നെ വിരൽ കുറേ സമയം ഇട്ട് വയ്ക്കാനും പറ്റത്തില്ല. ആ രീതിയിലുള്ള ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ അരി കുതിർക്കാൻ. അങ്ങനെ കുതിർക്കുമ്പോൾ ഇതിൻ്റെ പശ കുറേയും കൂടെ മാറുകയും ചെയ്യും. ആ കളറൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. ആ ഒരു മഞ്ഞ കളറുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി ഇതെല്ലാം നമുക്ക് കുതിരാൻ വയ്ക്കാം. ഈ ഉഴുന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് മാറ്റി ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉലുവ നിങ്ങൾ പ്രത്യേകമായിട്ട് തന്നെ വെള്ളത്തിലിടണം. അതിൻ്റെ എന്താ കാര്യമെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇതെല്ലാം കുതിർത്തെടുത്തിട്ടുണ്ട്. അരി കുതിർത്ത് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ഉഴുന്നും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഉലുവയും കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഉലുവയുടെ വെള്ളം നമ്മൾ മാറ്റുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഉലുവയുടെ കുതിർന്ന് കഴിയുമ്പോഴേക്കും ഈ ഉലുവയുടെ വെള്ളത്തിനൊരു മഞ്ഞ കളർ വരും. നമ്മുടെ അരിക്കൊരു മഞ്ഞ കളർ കാണും. അതിൻ്റെ കൂടെ ഈ ഉലുവയുടെ കളറും കൂടെ ആകുമ്പോൾ നമ്മുടെ ഇഡ്ഡലിക്ക് മഞ്ഞ കളർ കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകമായിട്ട് തന്നെ ഇടണമെന്ന് പറഞ്ഞത്. ഇനി ഇത് കുതിർന്ന ഉലുവ നമുക്ക് ഉഴുന്നിൻ്റെ കൂടെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുക്കണം. ഗ്രൈൻഡറിൽ അരയ്ക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും. നല്ല പൊതുപൊതാന്ന് പൊങ്ങി വരും. ഇഡലിക്ക് അതിൻ്റെ വ്യത്യാസവും കാണും. ഞാനിവിടെ അരിയും ഉഴുന്നും എല്ലാം മിക്സിയിൽ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരി അരയ്ക്കാം. അരി അരയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ അത് കുതിർക്കാനിട്ട വെള്ളം ഉപയോഗിക്കരുത്. കാരണം ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ കിടക്കുമ്പോൾ ആ അരിയുടെ ഒരു മണവും അതിൻ്റെ കളറെല്ലാം ആ വെള്ളത്തിൽ വരും. അപ്പോൾ ആ വെള്ളം നമ്മൾ എടുക്കരുത്, അതങ്ങ് മാറ്റി വെക്കണം. എന്നിട്ട് വേറെ പുതിയ വെച്ചവെള്ളം എടുത്താൽ മതി. അല്ലെങ്കിൽ ഉഴുന്ന് കുതിർത്തതിൻ്റെ ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇതെല്ലാം നല്ലപോലെ അരച്ചെടുക്കുക. അതാണ്ട് ഇതുപോലെ ഒരു ചെറിയ തരിതരിപ്പ് വേണം. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടതുകൊണ്ട് ഈ ചാക്കരി നന്നായിട്ട് അരഞ്ഞു കിട്ടും. പക്ഷെ അതുപോലെ നല്ലപോലെ അരയ്ക്കരുത്. ഇതുപോലെ ചെറിയ തരിതരിപ്പിൽ തന്നെ അരയ്ക്കണം. ദോശയ്ക്ക് ഇങ്ങനെ അരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് ദോശയും നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാം എന്താണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കുന്നത്. ഞാനൊരു മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്.
അപ്പോൾ അതിനുശേഷം അതിനകത്ത് ആവശ്യമുള്ള ഉപ്പും ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട്. ആ വെള്ളം ഇളക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ഉപ്പ് നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. ആദ്യം തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ ഇളക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മഴ സീസണൊക്കെ ആയതുകൊണ്ട് ഇത് പൊങ്ങി വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടും കൂടെ ഒന്ന് ഇളക്കാം. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അത് മാവ് പൊന്തിക്കും. അതുപോലെ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കുമ്പം അതിനകത്ത് വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചല്ലോ അല്ലേ. അത് കട്ടി കൂടിപ്പോയാൽ ഇഡ്ഡലി നല്ല ഹാർഡായിരിക്കും. അത് വെള്ളം കൂടിപ്പോയാൽ ഇഡ്ഡലി ഇങ്ങനെ പരന്നു പോവും. സോഫ്റ്റൊക്കെ ആയിരിക്കും, പക്ഷേ ഇഡ്ഡലി വീർത്ത് വരില്ല. രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും നല്ല മഴയായിരുന്നു. അപ്പം അതൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ ആ മാവെടുത്ത് ഇത് നമ്മുടെ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെച്ചതുകൊണ്ട് മാവൊക്കെ പൊന്തി കിട്ടി. ഇത് കണ്ടോ, ആ ചെറിയ പാത്രത്തിൽ ഒഴിച്ചത് കലത്തിലൊഴിക്കുമ്പോൾ നിറഞ്ഞ് കളഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെറിയ പാത്രത്തിലും കൂടെ മാറ്റി കിട്ടിയത്. ഇപ്പോൾ ഈ ചെറിയ പാത്രത്തിൽ കണ്ടോ നല്ല പതഞ്ഞ് ഇരിപ്പുണ്ട്. ഒരുപാടങ്ങ് പൊന്തി വന്നിട്ടില്ല. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയാണ് വളരെ നല്ലത്. ഒരുപാട് പൊന്തി മാവൊക്കെ കളഞ്ഞു പോയാൽ ആ ഇഡ്ഡലി ആണേലും അപ്പമാണേലും നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഇതിനി ഇങ്ങനെ പാത്രത്തിൽ ഞാൻ എണ്ണയൊന്നും പുരട്ടാതെ തന്നെയാണ് കോരി ഒഴിക്കുന്നത്. നല്ല ചെറിയ ചൂടോടുകൂടി എടുക്കുമ്പോൾ അത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ തുണിയിൽ വെച്ചുണ്ടാക്കുന്നവർ അങ്ങനെ തന്നെ ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെ തട്ടായതുകൊണ്ട് ഞാൻ ഒരിക്കലും എണ്ണ തേക്കാറില്ല. അപ്പോൾ മാവ് നിറച്ചൊഴിച്ചോണം. ഇതിന് കുഴിവ് കുറവുള്ളതായതുകൊണ്ട് കുറച്ച് വലിപ്പമുള്ള ഇഡ്ഡലി വേണമെങ്കിൽ കുറച്ച് നിറച്ച് തന്നെ ഒഴിക്കണം. ഇത് നമുക്ക് വേവിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല തിളച്ച് കിടക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലിട്ട് വേണം നമ്മൾ ഇഡ്ഡലിയുടെ ഈ തട്ടെടുത്ത് വയ്ക്കാൻ. നല്ല വലിയ ഇഡ്ഡലി തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഇത് നല്ല സ്പോഞ്ച് പോലെയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഈ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ, മാവും ഇതും തമ്മിലുള്ള, അതിനാണ് ഞാൻ ഇടയ്ക്ക് അതൊന്ന് കാണിച്ചത് കേട്ടോ. ഉണ്ടോ, ഇളക്കിയെടുക്കാനായിട്ട് നിസ്സാരമായിട്ട് നമുക്കൊരു സ്പൂണ് കൊണ്ട് ഇളക്കിയെടുക്കാം. നല്ല ചൂടാണിത് കേട്ടോ. ഇത് ഞാൻ വാങ്ങി വെച്ച അതേ ആവിയിൽ തന്നെയാണ് ഇളക്കുന്നത്. അപ്പോഴും നല്ല പോലെ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടുന്നുണ്ട്. നല്ല ചൂടാണ്, എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നല്ല തിളായിരിക്കുന്ന ഇഡ്ഡലി, അതാണ് കറക്റ്റ് പറയുവാണെങ്കിൽ. മറ്റേ ഇഡ്ഡലി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ഒരു റെസിപ്പി ഇട്ടത്, അത് നല്ല ഉറപ്പുള്ളൊരു ഇഡ്ഡലിയാണ്. ഇതിങ്ങനെ തിളായിരിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. ചാക്കരിയുടെ ഒരു ടേസ്റ്റും ഇല്ലാത്ത ആണ്. കളർ കണ്ടോ, വെളുത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്. നല്ല മഞ്ഞ കളറിലെ അരിയായിരുന്നു. നമ്മൾ ആ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളറും കുറയും. ചൂടുവെള്ളത്തിലും കൂടെ ഇട്ട് കഴിയുമ്പം ആ മഞ്ഞ കളറൊക്കെ പോയി പശയും പോകും. അപ്പം നല്ല സൂപ്പർ ഇഡ്ഡലി തന്നെ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ റേഷൻ കടയിലെ അരി വെറുതെ വാങ്ങാണ്ട് കളയണ്ട. നമുക്ക് എന്ത് ചെയ്യണമെന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ കൂടുതലൊന്നും പറയുന്നില്ല. റേഷൻ കാർഡുള്ളവർ ഇനി ഈ അരി വാങ്ങാതിരിക്കരുത്. തീർച്ചയായിട്ടും ഈ അരി വാങ്ങിക്കണം. ആ പച്ചരി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ഇഡ്ഡലി കിട്ടും. അതുപോലെ ഈ ദോശ ഉണ്ടാക്കാനാണെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഡൈല്യൂട്ട് ആക്കിയിട്ട് വേണം ദോശ ഉണ്ടാക്കാൻ. അത് നല്ല സോഫ്റ്റ് ദോശ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. ഇതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യാം. താഴെ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.